പ്രണയത്തിന്റെ അഗാധത തേടുന്ന എല്ലാ ഹൃദയങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. ചില കഥകൾ വെറും വാക്കുകളല്ല, അവ ആത്മാവിന്റെ നിലവിളികളാണ്. കാലത്തിന്റെ മണൽക്കാറ്റിൽ മാഞ്ഞു പോകാതെ ഒരു യുഗത്തിലും പുതുജീവനെടുക്കുന്ന തീവ്രമായൊരു വികാരമാണത്. അറേബ്യൻ മരുഭൂമിയിലെ നിശബ്ദതയിൽ ഒരു തേങ്ങൽ പോലെ ഇന്നും അലയടിക്കുന്ന ആ രണ്ട് പേരുകൾ, ലൈലയും മജ്നൂനും. ലൈല വിധി തടവിലാക്കിയ സൗന്ദര്യം, മജ്നൂൻ ആ സൗന്ദര്യം തന്റെ ലോകം കണ്ട ഭ്രാന്തൻ. ഈ ലോകം അവരെ അകറ്റി നിർത്തി. ഗോത്ര നിയമങ്ങളും കുടുംബത്തിന്റെ അഭിമാനവും സമൂഹത്തിന്റെ കണ്ണീരും അവരുടെ പ്രണയത്തിന്റെ കാവൽ നിന്നു. ശരീരം അകലെയാണെങ്കിൽ പോലും ആത്മാവിൽ അവർ ഒന്നിച്ചു ജീവിച്ചു. ഈ മണ്ണിൽ വെച്ച് അവർക്ക് സംഗമിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ അവരുടെ സ്നേഹം എല്ലാ അതിരുകൾക്കും അതീതമായി ഇന്നും ഈ മരുഭൂമിയുടെ ഹൃദയത്തിൽ തുടിക്കുന്നു. ആയിരം കാതങ്ങൾ സൂര്യതാപത്താൽ പൊള്ളി നീറി നിവർന്ന് കിടക്കുന്ന ബാനു അമീർ ഗോത്രത്തിന്റെ മരുഭൂമി. അവിടുത്തെ പള്ളിക്കൂടത്തിൽ കുട്ടികൾ ഈ ലോകത്തെ അക്ഷരങ്ങളെക്കുറിച്ചും അക്കങ്ങളെക്കുറിച്ചും പഠിച്ചിരുന്നു. കൂട്ടത്തിലെ കൈസ് എന്ന ബാലൻ തൻ്റെ ചിന്തകളാൽ പ്രശസ്തനായ കവിതയുടെ വിത്തുകൾ ഉള്ളിലൊളിപ്പിച്ച ഒരുവൻ. എന്നാൽ ഒരു മണൽത്തരി പോലും അന്നുവരെ പ്രണയം എന്ന വികാരത്തെ അറിഞ്ഞിരുന്നില്ല. അവിടുത്തെ എല്ലാ പ്രണയകഥകളുടെയും ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ആ പഴയ തടിക്കൂടാരത്തിലാണ്. ഒരു ഉച്ചനേരം പള്ളിക്കൂടത്തിന്റെ വാതിൽ അവൾ കടന്നു വന്നു. ലൈല. ചുറ്റും കറങ്ങിക്കളിച്ചിരുന്ന കുട്ടികളുടെ ശബ്ദങ്ങളെല്ലാം ഒറ്റയടിക്ക് നിലച്ചു. അവളുടെ കണ്ണുകൾക്ക് രാത്രിയുടെ ആഴമുണ്ടായിരുന്നു. അവളുടെ പുഞ്ചിരിയിൽ മരുഭൂമിയിലെ അപൂർവമായ നീരുറവയുടെ തണുപ്പുണ്ടായിരുന്നു. അവൾ നടന്നു വരുമ്പോൾ അവൾക്കു വേണ്ടി സൂര്യരശ്മികൾ വഴിമാറിയതുപോലെ കൈസിന് തോന്നി. അവളെ കണ്ട നിമിഷം ചിന്തകളെല്ലാം ചിതറിപ്പോയ കൈസിന്റെ കണ്ണുകൾ അവളിൽ ഉടക്കി നിന്നു പോയി. അത് കേവലം ഒരു കാഴ്ചയായിരുന്നില്ല, അത് ആത്മാവ് അതിൻ്റെ നഷ്ടപ്പെട്ട പകുതിയെ തിരിച്ചറിഞ്ഞ ഒരു നിമിഷമായിരുന്നു. ലോകം അറിഞ്ഞതിലേക്കും വെച്ച് ഏറ്റവും വലിയ ആദ്യത്തെ നോട്ടം. ലൈലയാകട്ടെ ശാന്തയായി തൻ്റെ വിധിക്ക് തലകുനിക്കുന്നത് പോലെ കൈസിന്റെ അടുത്തേക്ക് നടന്നു. കളികളും ചിരികളുമെല്ലാം അവിടെ അവസാനിച്ചു. കൈസ് പഠിച്ചിരുന്ന താളിയോലയിലെ അക്ഷരങ്ങളെല്ലാം മാഞ്ഞുപോയി. അവന്റെ ഹൃദയത്തിൽ ഒരു തീപ്പൊരി വീണു. അത് പിന്നെ ആളിക്കത്തി. ലോകത്തെ എല്ലാ അറിവുകളും ലൈല എന്ന ഒരൊറ്റ പേരിലേക്ക് ചുരുങ്ങി. ലൈലയുടെ ശ്വാസത്തിന്റെ ചൂട് അടുത്തറിയുമ്പോൾ കൈസ് തൻ്റെ സ്വന്തം ലോകം മറന്നു. ഓരോ നിമിഷവും അവളോടുള്ള സ്നേഹം അവനെ ഭൗതികമായ ഭൂമിയിൽ നിന്ന് പറത്തി പ്രണയത്തിന്റെ ആകാശങ്ങളിലേക്ക് ഉയർത്തി. അനുരാഗം എന്ന ഒരൊറ്റ പാഠം മാത്രം പഠിച്ച ആ വിദ്യാലയത്തിൽ കൈസി എന്ന ബുദ്ധിമാൻ ലൈലയുടെ പ്രതിരൂപമായ വിധിക്ക് മുന്നിൽ നിസ്സഹായനായി നിന്നു. ആ പ്രണയം അവനെ ലോകത്തിന്റെ മുന്നിൽ ഭ്രാന്തനായി മാറ്റുന്നതിന് മുമ്പുള്ള ശാന്തമായതും എന്നാൽ ഏറ്റവും തീവ്രമായതുമായ തുടക്കമായിരുന്നു അത്. വിദ്യാലയത്തിൽ കണ്ട ലൈലയുടെ രൂപം കൈസിന്റെ മനസ്സിൽ ഒരു തപസ്സു കേന്ദ്രമാക്കി മാറ്റി. രാത്രി
അവൻ ഉറങ്ങിയില്ല. പകൽ അവൻ മറ്റൊന്നും അറിഞ്ഞതുമില്ല. അവന്റെ ശരീരം ഭൂമിയിലായിരുന്നെങ്കിലും ആത്മാവ് ലൈലയുടെ ചുണ്ടുകളിൽ നിന്നും കേൾക്കുന്ന മധുരമായ വാക്കുകളിൽ അലഞ്ഞു. കൈസിന് പഴയതുപോലെ ശാന്തനായി ഇരിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ഉള്ളിലെ പ്രണയാഗ്നി നിയന്ത്രിക്കാനായതുമില്ല. ഒരു നദിയായി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അവന്റെ വിരലുകളിൽ താളിയോലയിലെ അക്ഷരങ്ങളെ തേടിയില്ല. പകരം അവന്റെ ചുണ്ടുകൾ ലൈലയുടെ പേര് കൊത്തിവെച്ച കവിതകളെ തേടി. ഓരോ വരിയിലും ലൈലയുടെ സൗന്ദര്യം, അവളുടെ കണ്ണുകൾ, അവളുടെ മൗനം എല്ലാം കൈസ് വാഴ്ത്തി. ഈ കവിതകൾ അവൻ സ്വകാര്യമായി സൂക്ഷിച്ചില്ല. മരുഭൂമിയിലെ കാറ്റിനും ഗോത്രത്തിലെ യാത്രികർക്കും കുട്ടികൾ കളിക്കുന്ന പള്ളിമുറ്റങ്ങൾക്കും അവൻ അവ ചൊല്ലിക്കൊടുത്തു. അവന്റെ പ്രണയം ഒരു പത്രമായി മാറി. ഒരു തീയായി ആളുകൾക്കിടയിൽ പടർന്നു. ആരാണ് ലൈല? ഈ കവിതകൾ ആർക്കു വേണ്ടിയാണ് എന്ന് ആളുകൾ പരസ്പരം ചോദിച്ചു തുടങ്ങി. അവനെ കണ്ടവർ അത്ഭുതപ്പെട്ടു. ഈ കവിതകൾ കേവലം വാക്കുകളായിരുന്നില്ല. അത് ലൈലയോടുള്ള കൈസിന്റെ ആത്മാവിന്റെ അലർച്ചയായിരുന്നു. ഈ കവിതകൾ ഗോത്രത്തിലെ കാരണവന്മാരുടെ ചെവികളിലും എത്തി. പ്രത്യേകിച്ച് ലൈലയുടെ പിതാവിന്റെ അടുത്ത് തന്റെ മകളുടെ പേര് പരസ്യമായി ഒരു യുവാവ് പാടി നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റി ചുളിഞ്ഞു. ഇത് ഒരു ഗോത്രത്തിന്റെ അപമാനമായി അദ്ദേഹം കണക്കാക്കി. ഈ പ്രണയ പ്രകടനമായിരുന്നു കൈസിന്റെ ലോകത്തെ മാറ്റിമറിച്ച ആദ്യത്തെ കലാപം. അങ്ങനെ ബാല്യം വിട്ടകന്നു. ലൈലയും കൈസും കൗമാരത്തിന്റെ പടവുകളിലേക്ക് കാലെടുത്തു വെച്ചു. അതോടെ അവരുടെ നിഷ്കളങ്കമായ പ്രണയം വളരെ തീവ്രമായ പ്രണയമായി മാറി. ഈ പ്രായത്തിന്റെ വെളിച്ചത്തിൽ ഗോത്രത്തിന്റെ കൽപ്പനകൾക്കോ ഉപദേശങ്ങൾക്കോ ചെവി കൊടുക്കാൻ കൈസിന് കഴിഞ്ഞില്ല. ലൈലയുടെ ചിന്തകൾ അവനെ ഭൗതിക ലോകത്തു നിന്നും അകറ്റി. അവന്റെ ശരീരം മെലിഞ്ഞുണങ്ങി. അവന്റെ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞു. കണ്ണുകൾ ലൈലയെ തേടിച്ചു വന്നു. അവന്റെ കാൽപാദങ്ങൾ ദിശയറിയാതെ ലൈലയുടെ വീടിന് ചുറ്റും ഒരു വൃത്തം തീർത്തു. കൈസിന്റെ ഈ ഭ്രാന്തമായ പ്രവർത്തികൾ ലൈലയുടെ പിതാവിനെ ക്രോധത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. അദ്ദേഹം ഒരു ഗോത്രമുഖ്യന്റെ ഗാംഭീര്യത്തോടെ ആളുകളെയും കൂട്ടി കൈസിന്റെ മുന്നിൽ ചെന്ന് നിന്നു. കൈസ്, നിന്റെ കവിതകളും ആ അലഞ്ഞു തിരിയലുകളും എൻ്റെ മകളുടെയും ഗോത്രത്തിൻ്റെയും മാനം നശിപ്പിക്കുകയാണ്. നീ ഉടനടി ഇത് അവസാനിപ്പിക്കണം, അദ്ദേഹം ഇടിമുഴക്കം പോലെ ആജ്ഞാപിച്ചു. കൈസ് പക്ഷേ ഗോത്രമുഖ്യനെ കണ്ടില്ല. അവൻ കണ്ടത് ലൈലയെക്കുറിച്ചുള്ള തൻ്റെ ചിന്തകൾ മാത്രമായിരുന്നു. അവൻ ലൈലയുടെ വീടിൻ്റെ ഭിത്തികളിൽ അവളുടെ പേര് കല്ലുകൾ കൊണ്ട് കോറി വരച്ചു. നിലത്ത് കിടന്ന മണലിൽ കവിതകൾ എഴുതി. ലൈല, തൻ്റെ ആത്മാവേ എന്ന് അലറി വിളിച്ചു. കൈസിന്റെ പ്രണയം നിയന്ത്രണമുള്ള ഒരു മനുഷ്യന്റെ പരിധി വിട്ടുപോയിരുന്നു. അവൻ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഗോത്രത്തിലെ കാരണവന്മാർ അവനെക്കുറിച്ച് വിധി പറഞ്ഞു. ഇവൻ ഭ്രാന്തനാണ്, ഇവൻ മജ്നൂനാണ്. ഇതോടെ കൈസ് എന്ന ബുദ്ധിമാൻ മരിച്ചു. മജ്നൂൻ എന്ന ഭ്രാന്തൻ ജനിച്ചു. ലൈലയുടെ പിതാവ് തൻ്റെ മകളുടെ പേരിലുള്ള ഈ അപമാനം സഹിക്കാതെ ലൈലയെ വീടിൻ്റെ ഇരുണ്ട അറയിൽ പൂട്ടിയിട്ടു. കഠിനമായ കാവലേർപ്പെടുത്തി. മജ്നൂനിൽ നിന്ന് ലൈലയെ രക്ഷിക്കാൻ ഗോത്രം ഒരു ഇരുമ്പുമതിൽ പണിതുയർത്തി. മജ്നുവിൻ്റെ ദുരവസ്ഥ കൈസിന്റെ പിതാവിൻ്റെ ഹൃദയത്തെ പിളർത്തു. മരുഭൂമിയിലെ പാറ പോലെ ഉറച്ച ആ ഗോത്രത്തലവൻ തൻ്റെ മകന് വേണ്ടി ലോകത്തിൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഗോത്രത്തിലെ ഏറ്റവും ബഹുമാന്യനും സ്വത്തും സ്ഥാനവും ഉള്ളവനുമാണ് അദ്ദേഹം. എന്നിട്ടും മകൻ്റെ ഭ്രാന്തിൻ്റെ വിളികൾ കേട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ധൈര്യവും ചോർന്നു പോയിരുന്നു. പുത്ര ദുഃഖത്താൽ തകർന്നു പോയ ആ പിതാവ് ലോകം എന്തു പറയുമെന്നോർത്തല്ല, മകൻ തിരികെ വരുമോ എന്നോർത്ത് മാത്രമാണ് അവസാനമായി ആശ്വസിച്ചത്. ഒരൊറ്റ പരിഹാരം മാത്രം, ലൈലയെ വിവാഹം കഴിക്കുക. അങ്ങനെ ഷെയ്ഖ് തൻ്റെ കീഴ്പ്പെട്ട ചില കാരണവന്മാരെയും ഗോത്രത്തിലെ ഏറ്റവും മികച്ച ഒട്ടകങ്ങളെയും സുവർണ സമ്മാനങ്ങളെയും സജ്ജമാക്കി. കണ്ണീരുണങ്ങിയ മുഖത്തോടെ അദ്ദേഹം ലൈലയുടെ ഗോത്രത്തിലേക്ക് യാത്രയായി. അദ്ദേഹത്തിൻ്റെ വരവ് ഒരു യാചനയായിരുന്നു. ഒരു ഗോത്രത്തലവൻ മറ്റൊരാളോട് തൻ്റെ മകന് വേണ്ടി യാചിക്കുന്ന അത്യധികം വേദനാജനകമായ കാഴ്ച.
പരമ്പരാഗതമായ എല്ലാ മര്യാദകളോടും കൂടി അദ്ദേഹം മകനു വേണ്ടി വിവാഹാലോചന നടത്തി. ലൈലയുടെ പിതാവ് തലകുനിച്ചു നിന്ന കൈസിന്റെ പിതാവിന്റെ വാക്കുകൾ കേട്ടു. കുറച്ചുനേരം നീണ്ട മൗനത്തിന് ശേഷം അദ്ദേഹം തന്റെ ഗോത്രമാനം ഉയർത്തിപ്പിടിച്ച് തീർത്തു പറഞ്ഞു, വേണ്ട, അങ്ങയുടെ മകൻ, അവൻ മജ്നൂനാണ്. ഭ്രാന്തൻ എന്ന പേര് ഇതിനോടകം എൻ്റെ മകളുടെയും ഗോത്രത്തിൻ്റെയും മാനം നശിപ്പിച്ചു കഴിഞ്ഞു. അലഞ്ഞു തിരിയുന്ന കവിതകൾ പാടി നടക്കുന്ന ഭ്രാന്തന് എൻ്റെ മകളെ ഭാര്യയായി നൽകാൻ എനിക്ക് കഴിയില്ല. ഞാൻ ആ പേര് കേട്ട് എൻ്റെ കുടുംബത്തിൻ്റെ മാനം ഇനിയും കളയില്ല. ലൈലയുടെ പിതാവിൻ്റെ വാക്കുകൾ വെറുമൊരു നിഷേധാത്മകമായിരുന്നില്ല. മജ്നുവിൻ്റെ പിതാവിൻ്റെ നെഞ്ചിൻ വന്നു വീണ വിധി തീർപ്പിൻ്റെ വാളായിരുന്നു അത്. ഭ്രാന്തൻ എന്ന വിളി ലൈലയുടെ പിതാവ് ആവർത്തിച്ചപ്പോൾ പ്രത്യാശയുടെ നൂൽപ്പാലം തകർന്നു. ആ സദസ്സിൽ ശവപ്പറമ്പിലെ നിശബ്ദത നിറഞ്ഞു. ഒറ്റ സൈന്യത്തിൻ്റെ നേതാവിനെ പോലെ കൈസിന്റെ പിതാവ് തലകുനിച്ചു. കണ്ണീരോടെ അവിടെ നിന്ന് മടങ്ങി. ഈ വാർത്തയറിഞ്ഞ മജ്നൂൻ തൻ്റെ മാനുഷികമായ പ്രതീക്ഷകൾ പൂർണ്ണമായും അസ്തമിച്ചതായി തിരിച്ചറിഞ്ഞു. അവൻ ചുറ്റും കൂടിയ മനുഷ്യരെ നോക്കി തൻ്റെ പ്രണയം അംഗീകരിക്കാത്ത നിയമങ്ങളുടെയും മാനം കെട്ട ചിന്തകളുടെയും തടവറയിൽ കഴിയുന്ന മനുഷ്യക്കൂട്ടം അവരെ തനിക്ക് വേണ്ട. എൻ്റെ ശരീരത്തിലെ അവസാനത്തെ മനുഷ്യബന്ധങ്ങളെപ്പോലെ അവൻ തൻ്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറി ദൂരെ എറിഞ്ഞു. ലൈലയെ തടഞ്ഞ ഈ ലോകത്തെ ഒറ്റയടിക്ക് ഉപേക്ഷിച്ചു. നഗ്നമായ പാദങ്ങൾ ഗോത്രത്തിൻ്റെ അതിരുകൾ ഭേദിച്ചു. അവൻ തിരിഞ്ഞു നോക്കിയില്ല. ലോകം കണ്ട ആൾക്കൂട്ടത്തിൽ നിന്ന് തൻ്റെ ആത്മാവിനെ തേടി അവൻ മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. ലൈലയുടെ പേര് മാത്രം ഉരുവിട്ടുകൊണ്ട് അവൻ മണലിൽ മാഞ്ഞു. മനുഷ്യലോകത്തിൻ്റെ നിയമങ്ങളെ വലിച്ചെറിഞ്ഞ് മജ്നൂൻ മരുഭൂമിയിലേക്ക് കടന്നുപോയി. ഒരു പലായനമായിരുന്നില്ല, ലൈലയില്ലാത്ത ലോകത്തിൽ നിന്നുള്ള മോചനമായിരുന്നു അത്. അവിടുത്തെ ചുട്ടുപൊള്ളുന്ന മണലും തണുത്തുറഞ്ഞ രാത്രികളും അവന് വേദന നൽകിയില്ല. കാരണം അവൻ്റെ ഹൃദയത്തിൽ ഇതിനോടകം അതിലും വലിയ വേദനയിൽ ഉരുകിയിരുന്നു. നഗ്നപാതനായി മണലിലൂടെ നടന്നെങ്കിലും അവൻ്റെ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്നത് വടിച്ചു കീറിയ തുണിക്കഷ്ണങ്ങൾ മാത്രമായിരുന്നു. മനസ്സിലെ തീവ്രമായ പ്രണയം അവനെ മുന്നോട്ട് നയിച്ചു. മരുഭൂമിയിലെ ഒറ്റപ്പെട്ട മൃഗങ്ങൾ അവൻ്റെ ഏക കൂട്ടുകാരായി. കണ്ണീരൊലിക്കുന്ന മാനുകളും കാട്ടുനായ്ക്കളും കുറുക്കന്മാരും അവനെ ഭയന്നില്ല. മജ്നൂൻ അവരെ ആലിംഗനം ചെയ്തു. കാരണം അവരുടെ കണ്ണുകളിലും അവൻ ലൈലയെക്കുറിച്ചുള്ള വിവരം വായിച്ചെടുത്തിരുന്നു. അവൻ അവരോട് സംസാരിച്ചു. ലൈലയുടെ പേര് ഉച്ചരിച്ചു. അവൻ അവരെ വിരഹത്തിൻ്റെ മക്കൾ എന്ന് വിളിച്ചു. മനുഷ്യർ പരിഹസിച്ചപ്പോൾ ഈ മൃഗങ്ങൾ അവൻ്റെ കവിതകൾ ശ്രദ്ധിച്ചു. ഓരോ പാറയിലും ഓരോ മണൽത്തരിയിലും അവൻ ലൈലയുടെ രൂപം കൊത്തിവെച്ചു. അവൻ്റെ ജീവിതം ഒരു തപസ്സായി മാറി. ലൈലയുടെ ഓർമ്മയായിരുന്നു അവൻ്റെ വിശപ്പും ദാഹവുമെല്ലാം. മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന തീച്ചൂള പോലും അവൻ്റെ നെഞ്ചിലെ വിരഹാഗ്നിക്ക് മുന്നിൽ തണുത്തുറഞ്ഞു നിന്നു. അവൻ സഹിച്ച യാതനകളൊന്നും ലൈലയുടെ ഒരൊറ്റ കണ്ണീർ തുള്ളിയോളം വരില്ലെന്ന് അവൻ സ്വന്തം ആശ്വസിച്ചു. കാരണം തൻ്റെ ഭ്രാന്ത്, തൻ്റെ പ്രണയത്തെ ലൈലയോളം ഉയർത്താനുള്ള ഒരു വഴിയായിരുന്നു അത്. ആൾക്കൂട്ടത്തിനിടയിലെ ഭ്രാന്തൻ മരുഭൂമിയിലെ പ്രേമിയായ സന്യാസിയായി മാറി. അവനെ അന്വേഷിച്ചു വന്ന ഗോത്രത്തിലെ ആളുകൾ തങ്ങളുടെ സുന്ദരനായ കൈസിനെ അവിടെ കണ്ടില്ല. ഭ്രാന്തിൻ്റെയും വിരഹത്തിൻ്റെയും മൂർത്തിഭാവമായ മജ്നൂനെ മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. അവർ അവനെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ മജ്നൂൻ തിരിഞ്ഞു നോക്കിയില്ല. ലൈലയില്ലാത്ത ഈ ലോകം എനിക്ക് ഒരു ജയിൽ മാത്രമാണ്. അവൻ മരുഭൂമിയുടെ കാതിലൂടെ ലോകത്തോടായി വിളിച്ചു പറഞ്ഞു. മകനെ നഷ്ടപ്പെട്ട ആ ഗോത്രത്തലവന്റെ ഹൃദയം മരുഭൂമിയിലെ പാറ പോലെ ഉറച്ചതല്ലായിരുന്നു. അത് ഉരുകിയ മെഴുക് പോലെ വേദനിച്ചു. മകനെ തേടി ആ പിതാവ് തന്റെ കീർത്തിയും പദവിയും വലിച്ചെറിഞ്ഞു മരുഭൂമിയിലേക്ക് യാത്രയായി. അദ്ദേഹം കൂടെ കൊണ്ടുവന്നത് വിലയേറിയ സമ്മാനങ്ങളോ ആയുധങ്ങളോ ആയിരുന്നില്ല. ഒരമ്മയെപ്പോലെ വാത്സല്യം നിറഞ്ഞൊഴുകുന്ന ഒരു ഹൃദയം മാത്രമായിരുന്നു. കുറെ ദൂരെ പൊടി നിറഞ്ഞ കാറ്റിൽ മൃഗങ്ങൾ ശാന്തമായി ചുറ്റും കൂടിയിരിക്കുന്ന ഒരിടത്ത് ആ പിതാവ് തന്റെ മകനെ കണ്ടെത്തി. ആ കാഴ്ച
ആ പിതാവിന്റെ നെഞ്ചകം പിളർന്നു പോയി. മുഷിഞ്ഞു കീറിയ വസ്ത്രങ്ങൾ, മുടി ജട പിടിച്ചും കണ്ണുകൾ ആകാശത്തേക്ക് ഉറച്ചു നോക്കിയും ഇരിക്കുന്ന ആ രൂപം ഒരിക്കൽ ഗോത്രത്തിന്റെ അഭിമാനമായിരുന്ന കൈസായിരുന്നില്ല. അത് കണ്ണുകൾ ആകാശത്തേക്ക് ഉറച്ചു നോക്കിയും ഇരിക്കുന്ന ആ രൂപം ഒരിക്കൽ ഗോത്രത്തിന്റെ അഭിമാനമായിരുന്ന കൈസായിരുന്നില്ല. അത് പ്രണയം ബാധിച്ച് എല്ലും തോലുമായ ഒരു മനുഷ്യന്റെ നിഴൽ മാത്രമായിരുന്നു. കൈസേ, എന്റെ മകന് എന്റെ ശബ്ദം പോലെ തിരിച്ചറിയാൻ കഴിയാത്തത്ര ദുഃഖം നിറഞ്ഞ ആ വിളി മരുഭൂമിയിൽ പ്രതിധ്വനിച്ചു. മജ്നൂൻ തല ഉയർത്തി നോക്കി. പക്ഷേ ആ കണ്ണുകൾ കണ്ടത് തന്റെ പിതാവിനെയായിരുന്നില്ല. ലൈലയുടെ പ്രണയത്തെ തടഞ്ഞ ലോകത്തിന്റെ പ്രതിനിധിയെയാണ്. പിതാവ് മജ്നൂന്റെ കാൽക്കൽ മുട്ടുകുത്തിയിരുന്നു. മകനെ, നീ എന്തിനാണ് ഈ ഭ്രാന്തമായി സ്വയം നശിക്കുന്നത്? നിനക്ക് വേണ്ടി ഞങ്ങൾ സജ്ജമാക്കിയ ജീവിതമുണ്ട്. തിരികെ വരൂ മകനെ. നിന്റെ അമ്മ നിനക്ക് വേണ്ടി കരഞ്ഞ് കണ്ണീരറ്റ് പോവുകയാണ്. വാത്സല്യത്തിന്റെ ഈ വിടി കേട്ട് നീ മടങ്ങി വന്നാൽ. മജ്നൂന്റെ കണ്ണുകൾ നിറഞ്ഞില്ല. പക്ഷേ അവന്റെ ചുണ്ടുകൾ ചലിച്ചു. അവൻ ഒരു കവിത ഉരുവിട്ടു. പ്രിയ പിതാവേ, അങ്ങ് എന്തിനാണ് എന്നെ ഈ ലോകത്തിലേക്ക് തിരികെ വിളിക്കുന്നത്? ഞാൻ കൈസി എന്ന പേരും ഈ ശരീരവും ലൈലക്ക് നൽകി കഴിഞ്ഞു. ഇപ്പോ ഇവിടെയുള്ളത് ലൈല എന്ന സത്യത്തിൽ ലയിച്ച ഒരു ശൂന്യത മാത്രം. ലൈലയില്ലാത്ത ഒരു വീടും ലൈലയില്ലാത്ത ഒരു ഗോത്രവും എൻ്റെ ആത്മാവിൻ്റെ സ്വർഗമല്ല, നരകമാണ്. എൻ്റെ ഭ്രാന്തിന് അങ്ങേക്ക് ദുഃഖമുണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ എൻ്റെ പ്രണയമാണ് എൻ്റെ വീട്. ഈ മണൽത്തരിയാണ് എൻ്റെ കിടക്ക. പിതാവ് നിസ്സഹായനായി മകനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. തൻ്റെ മകനെ തിരികെ കൊണ്ടുവരാൻ തനിക്ക് കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ ആ പിതാവ് ഹൃദയം തകർന്ന് മരുഭൂമിയോട് വിട ചൊല്ലി നിരാശനായി ഗോത്രത്തിലേക്ക് മടങ്ങി. മജ്നൂന്റെ ഭ്രാന്ത് ആർക്കും ഭേദമാക്കാൻ കഴിയില്ലെന്ന് അന്ന് ആ ലോകം മനസ്സിലാക്കി. മരുഭൂമിയിലെ അപേക്ഷകൾ വിഫലമായപ്പോൾ ആ പിതാവിൻ്റെ അവസാനത്തെ അഭയം ദൈവത്തിൻ്റെ ഭവനം മാത്രമായിരുന്നു. മകനെ ലോകത്തിൽ നിന്നും മോചിപ്പിക്കാനായി ദുഃഖിതനായ പിതാവ് മജ്നൂന് വിശ്വാസികളുടെ ഏറ്റവും വലിയ പുണ്യകേന്ദ്രമായ മക്കയിലേക്ക്, കഅബയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ പുണ്യഭൂമിയിൽ കറുത്ത പട്ടുവസ്ത്രത്താൽ ആവരണം ചെയ്യപ്പെട്ട ലോകം മുഴുവൻ ദിശയിലേക്ക് തിരിഞ്ഞു നമിക്കുന്ന കഅബയെ മജ്നൂൻ കണ്ടു. ആ വിശ്വസ്തനായ മജ്നൂൻ കീറിയ വസ്ത്രങ്ങളോടെ നിന്നു. ജനക്കൂട്ടം ഭ്രാന്തനായ ഈ യുവാവിനെ കണ്ട് മാറി. പിതാവ് അവനെ കഅബയുടെ കില്ലക്കരികിൽ നിർത്തി കണ്ണീരോടെ അപേക്ഷിച്ചു. മകനെ, ഇത് ദൈവത്തിന്റെ വീടാണ്. നിനക്ക് നിന്റെ ബോധം തിരിച്ചു തരാൻ, ഈ പ്രണയത്തിന്റെ ഭ്രാന്തിൽ നിന്നും മോചനം നൽകാൻ നീ ഇവിടെ പ്രാർത്ഥിക്കണം. മജ്നൂൻ ആ കറുത്ത പുണ്യശീലയിൽ കൈകൾ ചേർത്ത് ഉള്ളുവിരി പ്രാർത്ഥിച്ചു. പക്ഷേ ആ പ്രാർത്ഥന ലോകം പ്രതീക്ഷിച്ചതായിരുന്നില്ല. അവന്റെ ശബ്ദം ആൾക്കൂട്ടത്തിനിടയിലൂടെ ഉയർന്നു. ഓ എൻ്റെ പ്രഭു, എൻ്റെ വേദനയുടെ ഏക ഔഷധമായ ലൈലയോടുള്ള എൻ്റെ പ്രണയം. ഈ ലോകം എന്നെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നു. എങ്കിൽ എൻ്റെ ഭ്രാന്ത് നീ ഇനിയും വർദ്ധിപ്പിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ ലൈലയില്ലാത്ത മറ്റൊന്ന് അവശേഷിക്കരുത്. എൻ്റെ സിരകളിൽ പ്രണയത്തിൻ്റെ തീവ്രത ഇനിയും ചൊലിക്കട്ടെ. എൻ്റെ ഭ്രാന്തിൽ നിന്ന് എന്നെ രക്ഷിക്കരുത്. എൻ്റെ ഭ്രാന്തിൽ എന്നെ ലയിപ്പിക്കുക. അവൻ പ്രാർത്ഥന നിർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ അവനെ നോക്കി നിന്നവർ ഞെട്ടി. മജ്നൂന്റെ ഭ്രാന്ത് കേവലം ഒരു രോഗമല്ല, അത് പ്രണയത്തിന്റെ പരമോന്നത ഭക്തിയാണെന്ന് അന്ന് കഅബയുടെ മുന്നിൽ വെച്ച് ആ ലോകം തിരിച്ചറിഞ്ഞു. അവന്റെ പ്രണയം ദൈവത്തെ പോലെ ആത്മാവിന്റെ ഏക സത്യമായി മാറി. മജ്നൂന്റെ കവിതകൾ മരുഭൂമിയുടെ അതിരുകൾ കടന്ന് ഗോത്രങ്ങൾ തോറും സഞ്ചരിച്ചു. ആ കവിതകളുടെ വിഷാദത്തിൽ അലകൾ എത്തിച്ചേർന്നത് സമീപ ഗോത്രങ്ങളുടെ ശക്തനും നീതിമാനുമായ നോഫൽ എന്ന പ്രഭുവിന്റെ കൊട്ടാരത്തിലാണ്. നോഫൽ യുദ്ധങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. എന്നാൽ ഭ്രാന്തനെന്ന് ലോകം വിളിക്കുന്ന ഒരു യുവാവിന്റെ ഹൃദയം കീറുന്ന കവിതകൾ കേട്ടപ്പോൾ അദ്ദേഹം സ്തംഭിച്ചു പോയി. ആ കവിതകൾ കേവലം വരികളായിരുന്നില്ല, അത് പ്രണയത്തിന്റെ പേരിൽ ഒറ്റപ്പെട്ടു പോയ ഒരാത്മാവിന്റെ രോദനമായിരുന്നു. നോഫൽ നേരിട്ട് മജ്നൂനെ കാണാൻ മരുഭൂമിയിലേക്ക് ആളെ അയച്ചു. മരുഭൂമിയിലെ
പൊടിയിൽ മുങ്ങി വന്യമൃഗങ്ങളുമായി സംസാരിക്കുന്ന കൈസിനെ കണ്ടപ്പോൾ നോഫലിന് ഉറപ്പായി ഇത് ഭ്രാന്തനല്ല, ദിവ്യമായ ഒരു പ്രണയഭക്തിയാണ് എന്ന്. അദ്ദേഹം മജ്നൂനിന്റെ ദുഃഖത്തെ ഭ്രാന്തമായി കണ്ടില്ല, മറിച്ച് അത്യപൂർവമായ ദിവ്യ പ്രണയമായി കണ്ടു. തന്റെ കവിതകളിലൂടെ ലോകത്തെ കരയിപ്പിച്ച ഈ അനുരാഗിയെ സഹായിക്കാൻ നോഫൽ തീരുമാനിച്ചു. നോഫൽ ലൈലയുടെ പിതാവിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. വിധി മാറ്റിയെഴുതാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു, കൈസിനെ വിവാഹം ചെയ്തു നൽകണം. അവൻ മഹാനായ കവിയാണ്. എന്നാൽ ലൈലയുടെ പിതാവ് ഉറച്ചു നിന്നു, ഭ്രാന്തന് മകളെ നൽകില്ല. എന്റെ ഗോത്രം മാനം കളഞ്ഞ് കളങ്കപ്പെടുത്താൻ എനിക്കാവില്ല. അത് കേട്ട നോഫൽ ഇനി യുദ്ധത്തിലൂടെ മാത്രം പ്രണയം നേടാമെന്ന് തിരിച്ചറിഞ്ഞു. ഗോത്രമാനം പ്രണയത്തെക്കാൾ വലുതല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നോഫൽ തന്റെ സൈന്യത്തെ ഒരുക്കി ലൈലയുടെ ഗോത്രത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അതൊരു പ്രണയത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. യുദ്ധം നടന്നു. നോഫൽ വിജയിച്ചു. എന്നാൽ വിജയിച്ച നോഫലിന് പോലും ലൈലയെ മജ്നൂന് നൽകാൻ ലൈലയുടെ പിതാവ് വിസമ്മതിച്ചു. യുദ്ധത്തിൽ ജയിച്ചാലും തന്റെ മകളെ ഭ്രാന്തന് നൽകില്ലെന്ന് ഗോത്രത്തിന്റെ തീരുമാനം മാറ്റാൻ അയാൾ തയ്യാറായിരുന്നില്ല. അധികാരം കൊണ്ടോ ശക്തി കൊണ്ടോ ധനം കൊണ്ടോ നേടാൻ കഴിയാത്ത ഒന്നാണ് യഥാർത്ഥ പ്രണയം എന്ന് നോഫലിന് മനസ്സിലായി. വിധി വീണ്ടും ക്രൂരമായി ചിരിച്ചു. പ്രണയത്തിന് മുന്നിൽ പോരാടാൻ വന്നയാൾ പോലും നിരാശനായി മടങ്ങി. മജ്നൂൻ വീണ്ടും മരുഭൂമിയിലേക്ക് മടങ്ങി. അവന്റെ ഹൃദയം വീണ്ടും തകർന്നു. നോഫലിന്റെ യുദ്ധം പോലും ലൈലയെ മജ്നൂനിലേക്ക് എത്തിച്ചില്ല. അതോടെ ഗോത്രമാനം സംരക്ഷിക്കാനായി ലൈലയെ എന്നേക്കുമായി മജ്നൂന്റെ ഭ്രാന്തിൽ നിന്ന് അകറ്റാൻ അവർ ഒരു പുതിയ വരനെ കണ്ടെത്തി. ഇബിൻ സലാം. അതെ, ഇബിൻ സലാം അതീവ ധനികനും സമൂഹത്തിൽ വലിയ സ്ഥാനവുമുള്ളവനായിരുന്നു. എന്നാൽ കൈസിന്റെ പ്രണയലോകത്തിന് നേർവിപരീതമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം. അദ്ദേഹം വികാരങ്ങളില്ലാത്ത, പണത്തിന്റെ ലോകത്ത് മാത്രം ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. പ്രണയത്തെ അദ്ദേഹം വില കൊടുത്തു വാങ്ങേണ്ട ഒരവകാശം മാത്രമായി കണ്ടു. മജ്നൂന്റെ കവിതകൾ അദ്ദേഹത്തിന്റെ ഭ്രാന്തന്റെ വാക്കുകൾ മാത്രമായിരുന്നു. ലൈലയുടെ സൗന്ദര്യത്തെ കേട്ടറിഞ്ഞ ഇബിൻ സലാം അവളെ ഒരു നിധി പോലെ സ്വന്തമാക്കാൻ തീരുമാനിച്ചു. ലൈലയുടെ ഇഷ്ടം അദ്ദേഹം ആരാഞ്ഞില്ല. പണവും സ്ഥാനവും ഉപയോഗിച്ച് ലൈലയുടെ പിതാവുമായി അദ്ദേഹം ആ വിവാഹം ശക്തമായ ഒരു ഔദ്യോഗിക ഉടമ്പടി പോലെ സ്ഥിരീകരിച്ചു. ഇബിൻ സലാം തന്റെ ഗോത്രത്തിലെ പ്രൗഢിയോടെയാണ് ലൈലയുടെ വീട്ടിലേക്ക് വന്നത്. പകിട്ടാർന്ന വാഹനങ്ങളും അംഗരക്ഷകരും സമ്പന്നത വിളിച്ചോതി. ഇതൊരു വിവാഹാലോചനയായിരുന്നില്ല, മറിച്ച് പദവികൾ തമ്മിലുള്ള ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ച പോലെയായിരുന്നു. ലൈല തന്റെ മുറിയിലെ ജനൽ കമ്പികൾക്കിടയിലൂടെ ഈ രംഗം കണ്ടു. പുറത്ത് സ്വർണത്തിന്റെ തിളക്കത്തിൽ തന്റെ ജീവിതം ഒരു വസ്തുവായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഭീകര സത്യം അവൾ തിരിച്ചറിഞ്ഞു. ഈ യാഥാർത്ഥ്യത്തെ തടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ ഉടൻ തന്നെ ആൾക്കൂട്ടത്തിന്റെ അപ്പുറത്തുള്ള മരുഭൂമിയുടെ പൊടിമണലിൽ തന്റെ മജ്നൂനെ തേടി. വിധിക്ക് കീഴടങ്ങുകയില്ലാതെ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. വിവാഹത്തിന്റെ മണിയൊച്ചകൾ ലൈലയുടെ ഹൃദയത്തിൽ മുഴങ്ങി. ദുഃഖമായിരുന്നു അവൾക്ക്. കൊട്ടാരത്തിലെത്തിയെങ്കിലും അത് സ്നേഹത്തിന്റെ വീടായിരുന്നില്ല. അവളുടെ ആത്മാവിന്റെ തടവറയിലായിരുന്നു അവൾ. ഭർത്താവിനോട് തന്റെ ഹൃദയം പകുത്ത വാക്കുകൾ പ്രസ്താവിച്ചു. ഈ വിവാഹബന്ധം വെറും കണ്ണു കെട്ടാനുള്ള ഉടമ്പടി മാത്രമാണ്. എന്റെ ശരീരം നിങ്ങൾക്കുള്ളതാകാം, എന്നാൽ എന്റെ ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും ഭർത്താവ് മജ്നൂൻ മാത്രമാണ്. ഈ ഭൂമിയിൽ ഞാൻ എന്റെ വിരഹത്തെ പൂജിക്കും. മറ്റൊന്നും ഇവിടെ പ്രതീക്ഷിക്കരുത്. ലൈലയുടെ വാക്കുകൾ ഇബിൻ സലാമിനെ സ്തംഭിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് ദേഷ്യം വന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ലോകത്തിലെ കണക്ക് പുസ്തകത്തിൽ ഈ ആത്മാവിന്റെ പ്രണയം എന്ന വികാരത്തിന് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. ഈ സ്ത്രീയുടെ സംസാരം മരുഭൂമിയിലെ ഭ്രാന്തന്റെ സ്വാധീനം മൂലമാണ് എന്ന് അദ്ദേഹം യുക്തിപരമായി വിധിയെടുത്തു. തന്റെ സമ്പത്തും അധികാരവും ഉപയോഗിച്ച് ഈ ബാല്യകാല ഭ്രമത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം ലൈലയെ ഒരു ഭീഷണിയായിട്ടല്ല, മറിച്ച് ചികിത്സിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയായിട്ടാണ് കണ്ടത്. തന്റെ കൊട്ടാരത്തിന്റെ ചുമരുകൾക്കുള്ളിലെ സുഖസൗകര്യങ്ങൾ മജ്നൂന്റെ ഓർമ്മകളെ പതിയെ മായ്ച്ചു കളയുമെന്ന് അയാൾ നിശബ്ദമായി ഉറപ്പിച്ചു. ലോകത്തിന്റെ കണ്ണിൽ ലൈല ഇനി ധനികന്റെ ഭാര്യ,
എന്നാൽ കൊട്ടാരത്തിന്റെ ചുമരുകൾക്കുള്ളിൽ അവളുടെ ആത്മാവ് തടവിലായി. ഓരോ രാത്രിയും അവൾ ജനലിന്റെ കമ്പികളിലൂടെ മരുഭൂമിയിലേക്ക് നോക്കി നിന്നു. മജ്നുവിന്റെ ഭ്രാന്ത് അലയുന്ന ആ ശൂന്യതയിൽ വിവാഹത്തിന്റെ ചങ്ങലകൾ പൊട്ടിക്കാൻ കഴിയാത്ത അനശ്വരമായ പ്രണയം സത്യം അവൾ ആവർത്തിച്ചു. അവൾ കാത്തുനിന്നു മജ്നുവിന്റെ അടുത്ത കവിതയ്ക്കായി, അല്ലെങ്കിൽ തന്റെ അവസാന ശ്വാസത്തിനായി. ഒരു പകൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഒരു വ്യാപാരിയിൽ നിന്നാണ് മജ്നൂൻ ആ വാർത്ത കേട്ടത്. വിവാഹത്തിന്റെ സത്യം തന്റെ പ്രാണന്റെ ഉടമ ഇബ്ൻ സലാമിന്റെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നു. ആദ്യ നിമിഷം അവന്റെ ചുണ്ടുകളിൽ നിന്ന് ഒരു നിലവിളി പുറത്തു വന്നില്ല. പകരം മരുഭൂമിയിലെ സൂര്യതാപം പോലെ ഒരു ഭ്രാന്തമായ ചിരി അവന്റെ മുഖത്ത് വിരിഞ്ഞു. അവൻ ചിരിച്ചു, നിരത്തുരുണ്ടു, ആകാശത്തേക്ക് നോക്കി അലറി, ലൈല എന്റേതാണ്. ഈ ലോകത്തിലെ ഏത് ഉടമ്പടികൾക്കും എന്റെ പ്രണയത്തെ തിരിക്കാൻ കഴിയില്ല. ഈ വാർത്ത അവനെ തളർത്തിയില്ല, മറിച്ച് ഭൗതികമായ അകൽച്ച അവനെ കൂടുതൽ ആത്മീയമായ ഉണർവിലേക്ക് നയിച്ചു. അവന്റെ പ്രണയം ഇനി പേന കൊണ്ട് എഴുതുന്ന വാക്കുകളിലായിരുന്നില്ല. അത് മരുഭൂമിയിലെ ഓരോ മൺതരിയിലും അവന്റെ വിരൽത്തുമ്പാൽ എഴുതിയ കവിതകളായി മാറി. പാറയുടെ വിള്ളലുകളിലും ചന്ദ്രന്റെ വെളിച്ചം വീണ് കിടക്കുന്ന മണലിലും അവൻ ലൈലയുടെ പേര് കൊത്തിവെച്ചു. മജ്നുവിന്റെ കത്തുകൾ കാറ്റ് തൂതുപോയി. അവൻ തന്റെ പ്രണയ വികാരങ്ങളെ പക്ഷികളോടും മാനുകളോടും അലഞ്ഞു തിരിയുന്ന നായികളോടും പറഞ്ഞു. ഓരോ ജീവിയും അവനറിയാതെ ലൈലയുടെ കൊട്ടാരത്തിലേക്ക് സന്ദേശവാഹകരായി. ഓ കാറ്റ്, എന്റെ കവിതകൾ എന്റെ പ്രാണന്റെ അടുത്തെത്തിക്കുക. ലൈലയുടെ ചുണ്ടുകൾ നിന്റെ സംഗീതം കേൾക്കട്ടെ. ഞാനും അവളും ഒന്നാണെന്ന് ലോകം അറിയട്ടെ. എന്റെ ഭ്രാന്ത് എന്റെ വേദനയല്ല, എന്റെ മുക്തിയാണ്. ലൈല കൊട്ടാരത്തിലെ ചുമരുകൾക്കുള്ളിൽ സ്വർണ്ണക്കൂടിലെ കിളിയെപ്പോലെ തടവറയിലായി. പുറം ലോകവുമായി ബന്ധമില്ലാതെ അവൾ എൻ്റെ വിധിക്ക് കീഴ്പ്പെട്ടു. എന്നാൽ രാത്രിയുടെ ഏകാന്തതയിൽ ജനലിനപ്പുറത്ത് കേട്ട മജ്നുവിന്റെ പാട്ടുകൾക്ക് വേണ്ടി അവർ കാതോർത്തു. കാറ്റിനൊപ്പം ഒഴുകിയെത്തിയ ഓരോ കവിതയിലും താൻ ഒറ്റക്കല്ലെന്നും തൻ്റെ ആത്മാവ് മജ്നുവിന്റെ പ്രണയത്താൽ സുരക്ഷിതമായി ഇരിക്കുന്നുവെന്നും അവൾക്ക് മനസ്സിലായി. ആ കവിതകളായിരുന്നു അവളുടെ ആഹാരവും വെള്ളവും. മജ്നുവിന്റെ പ്രണയം കേവലം ഭ്രാന്തമല്ല, അത് സൂഫിസത്തിന്റെ ആദ്യ പാഠമായിരുന്നു. ലോകത്തെ ഉപേക്ഷിച്ച് യഥാർത്ഥ സ്നേഹം തേടിയുള്ള ഒരു സന്യാസിയുടെ തപസ്. ലൈല കൊട്ടാരത്തിലെ രാജ്ഞിയായി കഴിഞ്ഞപ്പോൾ മജ്നൂൻ പ്രണയത്തിന്റെ സുൽത്താനായി മരുഭൂമിയിൽ വാണു. കൊട്ടാരത്തിലെ ചുമരുകൾക്കുള്ളിൽ ലൈലയുടെ പ്രണയം തപസ്സായി. തുടരുന്നതിനിടയിൽ വിധി ഒരു അപ്രതീക്ഷിത നാടകം കളിച്ചു. യുക്തിയുടെ സമ്പത്തിന്റെയും മാത്രം ഉടമയായിരുന്നു ഇബ്ൻ സലാമിന്റെ ആരോഗ്യം പെട്ടെന്ന് ക്ഷയിച്ചു. തന്റെ കൊട്ടാരത്തിലെ ഏറ്റവും വിലയേറിയ വസ്തു എന്ന് കരുതിയ ലൈലയെ സ്വന്തമാക്കാൻ കഴിഞ്ഞെങ്കിലും യഥാർത്ഥ സ്നേഹമില്ലാത്ത ആ ബന്ധത്തിന് ദൈവം തന്നെ അന്ത്യം കുറിച്ചു. ഒരു രാത്രി അദ്ദേഹം രോഗഗ്രസ്തനായി മരിച്ചു. ഇബ്ൻ സലാമിന്റെ മരണം ലൈലയെ സംബന്ധിച്ചിടത്തോളം ദുഃഖമായിരുന്നില്ല. അത് വർഷങ്ങളായി താൻ ശ്വാസം മുട്ടി ജീവിച്ച തടവറയുടെ വാതിൽ തുറക്കുന്ന ഒരു താക്കോലായിരുന്നു. ലൈലയുടെ ഹൃദയത്തിലെ ഉണങ്ങാത്ത മുറിവുകൾക്ക് ആശ്വാസം നൽകിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ നേർത്ത വെളിച്ചം അവളിലേക്ക് അരിച്ചു കയറി. മജ്നൂനുമായി ഒരിക്കൽ കൂടി ഒന്നിക്കാൻ കഴിയുമെന്ന ചെറിയ പ്രതീക്ഷയുടെ നുള്ള് അവളുടെ ഹൃദയത്തിൽ മുളപൊട്ടി. മരുഭൂമിയുടെ ഭ്രാന്തനോട് വീണ്ടും ചേരാനുള്ള ദൈവയോഗമായിരുന്നു അവൾ അതിനെ കണ്ടു. എന്നാൽ ഗോത്ര നിയമങ്ങൾ വീണ്ടും അവളുടെ വഴിയിൽ തടസ്സം സൃഷ്ടിച്ചു. ഭർത്താവിന്റെ മരണശേഷം അവൾക്ക് ദുഃഖാചരണത്തിന്റെ ഒരു വർഷം കൂടി കൊട്ടാരത്തിൽ ചെലവഴിക്കേണ്ടി വന്നു. അവസാനത്തെ പരീക്ഷണം മജ്നൂന്റെ അടുത്ത പാട്ട് കേൾക്കാൻ അവൾ കൊട്ടാരത്തിലെ ജനലിനടുത്ത് കൂടുതൽ നേരം കാത്തിരുന്നു. ഇബ്ൻ സലാമിന്റെ മരണം ലൈലക്ക് നൽകിയ നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിന്റെ കൈപ്പേറിയ രുചി ആയിരുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഇദ്ദ അഥവാ ഇസ്ലാമിക നിയമപ്രകാരം ഭർത്താവിന്റെ മരണശേഷം നിർബന്ധമാക്കിയ മറ്റൊരാളെ വിവാഹം കഴിക്കാനോ പുറത്തു പോകാനോ പാടില്ലാത്ത ഏകാന്ത ദുഃഖാചരണ കാലം എന്നതാണ് ഇദ്ദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇദ്ദ എന്ന ഗോത്രമര്യാദ അവളുടെ മോചനത്തിനായുള്ള അവസാനത്തെ
തടസ്സമായി നിലകൊണ്ടു. വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ പ്രണയം തൊട്ടടുത്ത് വന്നിട്ടും അതിന് പ്രാപിക്കാൻ കഴിയാതെ അവൾ തളർന്നിരിക്കേണ്ടി വന്നു. അവളുടെ ശരീരം വലിഞ്ഞു. ഓരോ പ്രഭാതവും ഒരു ഭാരമായിരുന്നു. രാത്രികൾ എണ്ണമില്ലാത്തതായിരുന്നു. തൻ്റെ ജീവിതാവസാനം വരെ ഇനി മജ്നുവിൻ്റെ കൂടെ ജീവിക്കാമെന്ന പ്രതീക്ഷ വിഷം ചേർത്ത അമൃത പോലെ അവളെ ഓരോ നിമിഷവും പരീക്ഷിച്ചു. ഭർത്താവില്ലാത്ത ആ വീട് അവളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം നിഷേധിച്ച ഒരു തടവറയുടെ അവസാന വാതിലായി മാറി. അതേസമയം മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന മജ്നൂൻ തൻ്റെ പ്രണയത്തിൻ്റെ തുടിപ്പ് വീണ്ടെടുക്കുന്നത് പോലെ ലൈലയുടെ ഗോത്രത്തിനടുത്തേക്ക് തിരികെ എത്തി. ലൈലയുടെ ചുറ്റുമുള്ള തടസ്സങ്ങൾ നീങ്ങിയതിൻ്റെ ഊർജം അവൻ്റെ ഭ്രാന്തൻ മനസ്സ് തിരിച്ചറിഞ്ഞു. അവൻ്റെ കവിതകൾ കൂടുതൽ തീവ്രമായി. പട്ടണത്തെ വിറപ്പിച്ചുകൊണ്ട് അലറി ലൈലയുടെ വീടിൻ്റെ മതിലിനോട് ചേർന്ന് അവൻ അലഞ്ഞു തിരിഞ്ഞു. അവിടെ ലൈലയുടെ ജനലിനോട് ചേർന്ന മൺചിട്ടയിൽ അവൻ ദിവസങ്ങളോളം ഇരുന്നു. അവൻ ലൈലയുടെ വീട്ടിലെ ചുമരുകൾക്ക് പുറത്ത് തൻ്റെ പ്രണയഭ്രാന്തിൻ്റെ ഒരു വൃത്തം വരച്ചു. അവൻ അപ്പോൾ ഏറ്റവും അടുത്തും എന്നാൽ നിയമത്താൽ ഏറ്റവും അകലെയുമായി നിന്നു. ലൈലയ്ക്ക് ജനലിലൂടെ കാണാൻ കഴിയില്ലെങ്കിലും മജ്നൂന്റെ ശബ്ദം, അവൻ്റെ പ്രണയം, അവൻ്റെ ഭ്രാന്ത് അതെല്ലാം വീടിൻ്റെ ചുമരുകളിലൂടെ തുളച്ചു കയറി അവളുടെ ഹൃദയത്തിലെത്തി. ഇദ്ദയുടെ 1 വർഷം 1 നൂറ്റാണ്ട് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. മജ്നൂന്റെ പ്രണയം അവളോടുള്ള കാത്തിരിപ്പിനായി മാറിയപ്പോൾ ലൈലയുടെ ജീവിതം ആ കാത്തിരിപ്പിൻ്റെ തപസ്സായി മാറി. ഒടുവിൽ ഈ വേർപാട്, ഭൗതികമായ നിഷേധിക്കൽ അവൾക്ക് താങ്ങാനായില്ല. തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും ആ തടവറയുടെ അവസാന നിമിഷത്തിൽ വിഫലമായ ആ നിമിഷം. ലൈലയുടെ ഭർത്താവിൻ്റെ മരണം അവർക്ക് വീണ്ടും ഒന്നിക്കാനൊരു അവസരം നൽകിയെങ്കിലും ഇസ്ലാമിക നിയമപ്രകാരം നിർബന്ധമാക്കിയ ഇദ്ദയുടെ ഏകാന്ത ദുഃഖാചരണത്തിൻ്റെ അവസാനത്തെ വേലി അവൾക്ക് മുന്നിൽ ഉയർന്നു വന്നു. 1 വർഷം പൂർത്തിയാക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഭൗതിക ലോകം അവൾക്ക് നൽകിയ ഏറ്റവും വലിയ പരീക്ഷണം ഇതായി മാറി. അവൾക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല. സ്വാതന്ത്ര്യം കൺമുന്നിൽ വന്നു നിന്നിട്ടും ഒരു പട്ടുനൂൽ അവളെ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ പ്രണയം മരണം കൊണ്ട് മാത്രം തടയപ്പെട്ടില്ല. ലോകം അവർക്കായി മാറിയിരുന്നില്ല. ഗോത്രത്തിൻ്റെ മാനം, സാമൂഹിക ഭയം, ആത്മീയ വിധി എന്നിവയായിരുന്നു യഥാർത്ഥ വേദികൾ. ഇദ്ദ കഴിഞ്ഞാൽ പോലും ഒരു ഭ്രാന്തന്റെ അടുത്തേക്ക് ലൈല പോകുന്നത് കുടുംബത്തിന് അപമാനമാകുമെന്ന് കാരണവാന്മാർ ഭയന്നു. അതുകൊണ്ട് ലൈല പേരിൽ സ്വാതന്ത്രയായിരുന്നുവെങ്കിലും വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ വീണ്ടും തടവറയിലായി. മാത്രമല്ല, അപ്പോഴേക്കും മജ്നൂൻ പൂർണ്ണമായും മരുഭൂമിക്ക് സ്വന്തമായിരുന്നു. അവൻ വേദനയുടെ ലോകത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു നിഴലായി മാറിയിരുന്നു. ഭൗതികമായ ഒരു ബന്ധത്തിന് അവൻ പൂർണ്ണമായും അയോഗ്യനായിരുന്നു. സൂഫി ചിന്തകൾ പറഞ്ഞതുപോലെ അവരുടെ പ്രണയം മാനുഷിക രൂപങ്ങൾക്കപ്പുറം ഉയർന്ന് ദിവ്യമാകാൻ വിധിക്കപ്പെട്ടതിനാൽ ഈ ലോകത്ത് വെച്ച് ഇവർക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ല. ഈ ഭീകരമായ സത്യം തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും തകർന്നു പോയെന്ന ബോധം ലൈലയുടെ ശരീരത്തെ തളർന്നു. ഹൃദയത്തിൽ വന്ന വിരഹത്തിൻ്റെ മുറിവ് അവളുടെ ഞരമ്പുകളിലൂടെ പറന്നു. ഓരോ ശ്വാസത്തിലും മജ്നൂന്റെ വേദന നിറച്ചു. അവൾ സ്വയം മരണം തേടുകയായിരുന്നില്ല. മജ്നൂനിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത് അവളുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഒരു കറുത്ത രാത്രി തൻ്റെ മുറിയുടെ ഏകാന്തതയിൽ അവൾ അവസാനമായി കിടന്നു. അവളുടെ മനസ്സ് ഭർത്താവിൻ്റെ മരണശേഷം ഗോത്ര നിയമം കെട്ടിപ്പൊക്കിയ മതിലുകളെല്ലാം തകർത്തെറിഞ്ഞ് മരുഭൂമിയിൽ അലയുന്ന തൻ്റെ ഭ്രാന്തന്റെ അടുത്തേക്ക് കുതിച്ചു. അവൾ മജ്നൂനെ ധ്യാനിച്ചു. മജ്നൂൻ, ഞാനിതാ വരുന്നു. ഇനി ഒരിക്കലും പിരിയേണ്ടതില്ലാത്ത ഒരിടത്തേക്ക്. ഈ നിശബ്ദമായ ചിന്തയിൽ അവളുടെ ചുണ്ടിൽ വിജയത്തിൻ്റെ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അവൾ ശാന്തമായി കണ്ണുകൾ അടച്ചു. ആ കണ്ണുകളിൽ ഈ ലോകത്തെ വേലികളില്ലാത്ത മരുഭൂമിയോളം വിശാലമായ ഒരു ലോകം അവൾ കണ്ടു. അവളുടെ ശ്വാസം നേർത്തു. ഹൃദയം ഈ ഭൗതിക ലോകത്തോടുള്ള തൻ്റെ പോരാട്ടം അവസാനിപ്പിച്ചു. ലൈല മരിച്ചത് ക്ഷീണമോ രോഗമോ കൊണ്ടായിരുന്നില്ല. മജ്നൂൻ എന്ന സത്യത്തിലേക്ക്
എത്താൻ കഴിയാത്ത വിരഹത്തിന്റെ ഭാരം ആത്മാവിനെ ശരീരത്തിൽ നിന്നും പറിച്ചെറിഞ്ഞ സ്വാതന്ത്ര്യം നൽകുകയായിരുന്നു. അതൊരു മരണമായിരുന്നില്ല, അത് ആത്മാവിന്റെ അന്തിമമായ ഒത്തുചേരലായിരുന്നു. ഗോത്രത്തിലെ സ്ത്രീകൾ നിലവിളിച്ചു. ആ ദുഃഖവാർത്ത മരുഭൂമിയെ മുഴുവൻ മരവിപ്പിച്ചു. ആ വാർത്ത കേട്ട മജ്നൂൻ ആദ്യം അതൊന്നും വിശ്വസിച്ചില്ല. അവൻ ഒരു മരവിച്ച പ്രതിമ കണക്കെ നിന്ന്. ലൈലയ്ക്ക് പോവാൻ കഴിയില്ല, അത് സത്യമാകാൻ വഴിയില്ല. അവൻ സ്വന്തം മന്ത്രിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ആ സത്യം അവനെ വന്നു മൂടിയപ്പോൾ അവന്റെ ശരീരം വിറച്ചു, നിലത്തേക്ക് തളർന്നു വീണു. അതുവരെ വറ്റിപ്പോയെന്ന് കരുതിയ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒരു അണമുറിയാത്ത പുഴയായി ഒഴുകി. അവന്റെ യഥാർത്ഥ ബോധം പൂർണ്ണമായും നഷ്ടമായി. വിശപ്പും ദാഹവും ഉറക്കവും അവനെ വിട്ടകന്നു. ലൈല, ലൈല, നീ എവിടെയാണ് എന്ന് അലറിക്കൊണ്ട് അവൻ ഭ്രാന്തമായി ഓടി. അവൾ നടന്ന വഴികളിലും അവളുടെ വീടിന്റെ പരിസരത്തും ഒടുവിൽ ശവകുടീരത്തിനടുത്തുമെല്ലാം അവൻ അവളെ തേടിയെത്തി. അവന്റെ ഭ്രാന്ത് അതോടെ 10 മടങ്ങ് വർദ്ധിച്ചു. അവൻ ആ മണ്ണിൽ ലൈലയുടെ സാന്നിധ്യം തിരഞ്ഞു. അവൻ മെല്ലെ ലൈലയുടെ ശവകുടീരത്തിനടുത്തെത്തി. അവൻ ആ മണ്ണിനെ തൻ്റെ പ്രിയപ്പെട്ടവളായി കെട്ടിപ്പിടിച്ചു. തൻ്റെ പ്രണയം മുഴുവൻ അതിലേക്ക് പകർന്നു. അവൻ ആ കുടീരത്തോട് ചേർന്നിരുന്നു. ലൈലയുടെ വേർപാടിന് ശേഷം ആ തണുത്ത കല്ലറ മജ്നുവിന്റെ ഏക ദേവാലയമായി മാറി. ലോകവുമായുള്ള അവന്റെ എല്ലാ ബന്ധങ്ങളും അറ്റുവീണു. ആ കല്ലറയായിരുന്നു അവനിലെ പ്രണയത്തിന്റെ ജീവവായു. ലൈലയുടെ മരണവാർത്തയറിഞ്ഞ ഭ്രാന്തിന്റെ കൊടുമുടിയിൽ അവൻ ആ സ്ഥലം വിട്ട് ഒരിടത്ത് പോലും മാറിയില്ല. രാത്രിയിലെ മരവിപ്പിക്കുന്ന തണുപ്പും പകലിലെ ചുട്ടുപൊള്ളുന്ന തീച്ചൂളയും അവനൊരു പോലെയായിരുന്നു. കാരണം അവന്റെ നെഞ്ചിലെ വിരഹാഗ്നി അതിലും തീവ്രമായിരുന്നു. ഗോത്രക്കാർ ഭക്ഷണം കൊണ്ടുവന്നു. ചിലർ അവനെ ആശ്വാസത്തിന്റെ വാക്കുകൾ കൊണ്ട് തലോടി. പക്ഷേ അവരുടെ ശബ്ദങ്ങൾ അവന്റെ ചെവിക്ക് പുറത്തായിരുന്നു. മജ്നുവിന് കേൾക്കാൻ കഴിഞ്ഞത് ലൈലയുടെ മൗനം മാത്രം. അവൻ ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. അവനാകെ ചെയ്തത് ഒന്നു മാത്രം, ലൈലയുടെ കല്ലറയിലെ മണ്ണിനെ തഴുകി. ബാല്യകാലത്തെ പ്രണയത്തെക്കുറിച്ചുള്ള ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷങ്ങളെക്കുറിച്ച്, ഒരുമിച്ച് കളിച്ചു ചിരിച്ച പഴയ ഓർമ്മകളെക്കുറിച്ച് വികാരഭരിതനായി സംസാരിച്ചു. ഓരോ വാക്കിലും നഷ്ടപ്പെട്ട ഓർമ്മകളുടെ വേദന തിങ്ങി നിന്നു. മജ്നുവിന്റെ മനസ്സിലെ ലൈലയുടെ രൂപം ഭൗതികമായതിനേക്കാൾ ആത്മീയമായി കൂടുതൽ വ്യക്തമായി കൊണ്ടിരുന്നു. മരുഭൂമിയിലെ ഒറ്റപ്പെട്ട വന്യജീവികൾ അവന്റെ ഏക കൂട്ടുകാരായി. പ്രണയം കാരണം ഭ്രാന്തനായ ഈ മനുഷ്യന്റെ അടുത്തേക്ക് മാനുകളും കുറുക്കന്മാരും കാട്ടുനായ്ക്കളും ശാന്തമായി കാവലിരുന്നു. അവന്റെ ഭ്രാന്തോ കീറിപ്പറഞ്ഞ രൂപമോ അവരെ ഭയപ്പെടുത്തിയില്ല. വിരഹത്തിന്റെ മക്കൾ എന്ന് മജ്നൂൻ അവരെ വിളിച്ചു. അവൻ പതിയെ പതിയെ ഭൗതിക ലോകത്ത് നിന്നുള്ള ഒരു നിഴലായി മാറി. ശരീരം എല്ലും തോലുമായെങ്കിലും അവന്റെ കണ്ണുകളിലെ പ്രണയാഗ്നി മാത്രം കെട്ടടങ്ങിയില്ല. ആ അണയാത്ത തീയായിരുന്നു അവന്റെ ജീവൻ. ലൈലയുടെ മരണം സംഭവിച്ച് ഏകദേശം 1 വർഷം തികയാറായ ദിവസം സൂര്യൻ മരുഭൂമിയെ ചുട്ടുപൊള്ളിച്ച ആ ദുഃഖത്തിന്റെ ഉച്ചക്ക് ലൈലയുടെ കല്ലറയുടെ തണലിൽ കിടന്ന അവന്റെ പ്രാണന്റെ അഗ്നി പതിയെ അണയാൻ തുടങ്ങി. അവന്റെ ഓരോ ശ്വാസവും കനം കുറഞ്ഞു വന്നു. കാലുകൾക്ക് തന്റെ ഭാരം താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ അവൻ ശരീരം പൂർണ്ണമായും ലൈലയുടെ കല്ലറയിലേക്ക് ചായ്ച്ചു. തൻ്റെ പ്രിയപ്പെട്ടവളുടെ അവസാനത്തെ വാസസ്ഥലമായ ആ മണ്ണിനെ തൻ്റെ ഹൃദയം മുഴുവൻ നൽകിക്കൊണ്ട് അവസാനമായി ചുംബിച്ചു. പതിഞ്ഞ എന്നാൽ വിശുദ്ധമായ സ്വരത്തിൽ അവൻ അവസാനത്തെ ഈരടികൾ ഉരുവിട്ടു. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, നീ എനിക്ക് വേണ്ടി മരിച്ചു. ഈ ലോകം നമ്മെ അകറ്റി നിർത്തി, പക്ഷേ മരണം നമ്മെ ശാശ്വതമായിട്ട് ഒന്നിപ്പിക്കും. നീതിയുടെ നിയമങ്ങൾക്ക് അതീതമായ ആകാശത്ത് എൻ്റെ ലൈലെ ഞാൻ വരുന്നു. ആ കല്ലറയെ നെഞ്ചോട് ചേർത്ത് മജ്നൂന്റെ ശ്വാസം നിലച്ചു. അവന്റെ ശരീരം വിരഹത്തിന്റെ തീവ്രമായ ദാഹം കാരണം തകർന്നു പോയിരുന്നു. ലൈലയില്ലാത്ത ലോകത്ത് ഇനി ഒരു നിമിഷം പോലും അവന് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. അവൻ പ്രണയത്തിൽ സ്വയം അർപ്പിച്ച് പ്രണയത്തിനായി മരിച്ചു. അങ്ങനെ ഗോത്രക്കാർ അവനെ കണ്ടെത്തിയത്
ലൈലയുടെ കല്ലറയിൽ ആലിംഗനം ചെയ്ത് കിടക്കുന്ന നിലയിലായിരുന്നു. ആ കാഴ്ച കണ്ട് ഗോത്രത്തലവന്മാരുടെ കണ്ണുകൾ പോലും നിറഞ്ഞു. അവിടെ ആ ശവകുടീരത്തിൽ അവർ രണ്ടുപേരും ഭൗതികമായി ഒന്നിച്ചു. ഗോത്രക്കാർ അവനെ ലൈലയുടെ കല്ലറയുടെ തൊട്ടടുത്ത് തന്നെ എല്ലാ ബഹുമാനങ്ങളോടും കൂടി അടക്കം ചെയ്തു. പ്രണയം അവരെ ഭ്രാന്തരാക്കി. ഗോത്ര നിയമങ്ങൾ അവരെ അകറ്റി. ഒടുവിൽ മരണം അവരെ അനശ്വരമാക്കി. ലൈലയുടെയും മജ്നൂനിന്റെയും കഥ അതോടെ അവസാനിച്ചു. പക്ഷേ അവരുടെ പ്രണയം ഒരു ചിഹ്നമായി, ഒരു ഇതിഹാസമായി മരുഭൂമിയിലെ ഓരോ കാറ്റിലും ഇന്നും അലയുന്നു. വർഷങ്ങൾ കടന്നുപോയി. അവരുടെ ഇരുവരുടെയും കല്ലറകള് കാലക്രമേണ മരുഭൂമിയിലെ വിശുദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. പ്രണയത്തെക്കുറിച്ച് പാടുന്ന കവിതകളും പ്രണയത്തിന്റെ വിരഹത്താൽ ദുഃഖിക്കുന്നവരും അനുരക്തരായ യാത്രികരും അവിടെ എത്തി. അവര് ആ കല്ലറയുടെ മണ്ണിൽ ചുംബിച്ചു. ഇന്നു മുതൽ ഇവിടെ മരുഭൂമിയിലെ നിശബ്ദതയിൽ ഒരുമിച്ച് കിടക്കുന്നു. അവർ മരിച്ചുവെങ്കിൽ പോലും അവരുടെ പ്രണയം ഈ ലോകം സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഇന്ന് പ്രേമിക്കാൻ ഭയമുള്ളവർക്ക്, പ്രണയത്തെ നിയമങ്ങൾ കൊണ്ട് തടയാൻ ശ്രമിക്കുന്നവർക്ക് ലൈലയും മജ്നൂനും നൽകുന്ന ഒരൊറ്റ സന്ദേശമാണ്: യഥാർത്ഥ സ്നേഹം എന്നത് ഭൗതികമല്ല, അത് ലോകത്തിന്റെ വേലികൾക്കും കാലത്തിന്റെ അതിരുകൾക്കും ഒടുവിൽ മരണത്തിനും അതീതമായി ആത്മാവിൽ നിത്യമായി ജീവിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേൾവിക്കാരെ, ലൈലയുടെയും മജ്നൂനിന്റെയും അനശ്വരമായ പ്രണയകഥയുടെ അവസാനമാണിത്. രണ്ട് ആത്മാക്കൾക്ക് ഈ ലോകത്ത് ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്നേഹം എന്ന സത്യം മരണത്തെ അതിജീവിച്ച് ഇന്നും മരുഭൂമിയിലെ മണൽത്തിരികളിൽ ജീവിക്കുന്നു. നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾക്ക് അമൂല്യമാണ്. ഈ കഥ നിങ്ങളുടെ ഹൃദയത്തിലെവിടെയെങ്കിലും ഒരു വികാരം നൽകിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. ലൈലയുടെ വിരഹത്തെക്കുറിച്ചോ മജ്നൂനിന്റെ ഭ്രാന്തമായ സ്നേഹത്തിനെക്കുറിച്ചോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾക്ക് കരുത്താണ്. നിങ്ങൾ നൽകുന്ന ഓരോ സപ്പോർട്ടും, അതുപോലെ തന്നെ ലൈക്കുകളും ഷെയറും കമന്റുകളും സബ്സ്ക്രൈബും അടുത്ത മികച്ച കഥയുമായിട്ട് വരാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കും. ഒരുപാട് നന്ദി. സ്നേഹത്തിന്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. വീണ്ടും മറ്റൊരു കഥയുമായിട്ട് കണ്ടുമുട്ടും വരെ ഒരുപാട് സ്നേഹത്തോടെ തൽക്കാലം ഈ കഥയ്ക്ക് ഇവിടെ വിരാമം കുറിക്കട്ടെ.